ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നിങ്ങളെ നമ്മുടെ ചർച്ചാ വിഷയം നോമ്പുകാർക്ക് ചില ചെറിയ വലിയ കാര്യങ്ങൾ എന്നതാണല്ലോ. ഇന്നും നമ്മൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. നിങ്ങളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്, എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ജീവിതത്തിൽ എല്ലാ സമയത്തും സലാം പറയുന്ന ആളുകളാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരോട് എല്ലാവരോടും നമ്മൾ സലാം പറയാറുണ്ട്. ആ സലാം പറയുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മളൊക്കെ സലാം പറയാറുണ്ട്. ആരെ കാണുമ്പോഴും, ഫോൺ വിളിക്കുമ്പോഴും, വാട്സപ്പിലൊരു വോയിസ് വിടുമ്പോഴും ഒക്കെ നമ്മൾ സലാം പറയുന്നവരാണല്ലോ. എന്നാൽ ആ സലാം പറയുക എന്നത് കാഴ്ചയിൽ നമുക്ക് നിസ്സാരമാണ്. ചെറിയൊരു സംഗതിയാണ്, പറയാൻ ബുദ്ധിമുട്ടില്ലാത്ത ഒരു കർമ്മമാണത്. നമ്മുടെ ശരീരത്തിനോ നാവിനോ ബുദ്ധിമുട്ടില്ലാത്ത ഒരു കർമ്മമാണ് സലാം പറയുക എന്നത്. ദീർഘമായി പറയേണ്ടതില്ലോ, ഒരുപാടൊന്നും പറയാനില്ല. നമ്മുടെ ശരീരത്തിനത് വഴങ്ങാത്ത കുഴപ്പമില്ല, നമ്മുടെ നാവിനും വഴങ്ങാത്ത കുഴപ്പമില്ല. സലാം പറയുക എന്നത് വളരെ സിമ്പിളായ ഒരു ഏർപ്പാടാണ്, നമ്മളൊക്കെ ചെയ്യാറുള്ള ഒരു കർമ്മമാണ്. പക്ഷേ മുഅ്മിനീങ്ങളെ, ചെറിയ ചില തിരുത്തലുകൾ നമ്മൾ നടത്തിക്കഴിഞ്ഞാൽ കേവലം ഒരു സലാം പറയൽ കൊണ്ട് അനേകം പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. മൻ ഖാല അസ്സലാമു അലൈക്കും, ആരെങ്കിലും ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞു കഴിഞ്ഞാൽ കുത്തിബത്ത് ലഹു അശ്റു ഹസനാത്ത്. അസ്സലാമു അലൈക്കും എന്ന് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് സലാം പറയുമ്പോൾ അതു കാരണമായി 10 നന്മകൾ അവന് രേഖപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, വമൻ ഖാല അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി കുതിബത് ലഹു 20 ഹസനാ. ആരെങ്കിലും അസ്സലാമു അലൈക്കും എന്ന് മാത്രം പറഞ്ഞാൽ അവന് ലഭിക്കാനിരിക്കുന്നത് 10 നന്മയാണ്. അതേസമയം അസ്സലാമു അലൈക്കും എന്നതോടുകൂടെ വറഹ്മത്തുള്ളാഹി എന്നുകൂടെ ചേർത്തിക്കഴിഞ്ഞാൽ അവന് ലഭിക്കാനിരിക്കുന്നത് 20 നന്മകളാണ്. വമൻ ഖാല അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, ആരെങ്കിലും ഒരാൾ സലാമിനോടുകൂടെ അസ്സലാമു അലൈക്കും എന്നതോടുകൂടെ വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ കുതിബത്ത് ലഹു 30 ഹസനാ, അവനത് കാരണമായി 30 നന്മകളെ രേഖപ്പെടുത്തുന്നതാണ്. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ, അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ സലാം പറയുന്ന ആളുകളാണ്. ആ സലാം പറയുന്ന സമയത്ത് കേവലം അസ്സലാമു അലൈക്കും എന്നതുകൊണ്ട് ഒതുക്കാതെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നുകൂടെ പറയുമ്പോൾ 20 നന്മയാണ്. വബറകാതുഹു എന്നുകൂടെ കൂട്ടുമ്പോൾ 30 നന്മയാണ്. എന്തിന് നഷ്ടപ്പെടുത്തണം നാം ഈ നന്മകളെ? അതുകൊണ്ട് ഇന്ന് മുതൽ എൻ്റെ പ്രിയമുള്ളവർ തീരുമാനിച്ചോ, ഇത് പഠിച്ചത് മുതൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആരോട് സലാം പറയുകയാണെങ്കിലും, എപ്പോൾ സലാം പറയുകയാണെങ്കിലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് തന്നെ പരിപൂർണമായ സലാം പറയാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അതുകൊണ്ട് നമുക്ക് ധാരാളം പ്രതിഫലങ്ങളാണ് നേടാൻ സാധിക്കുന്നത്. എന്തിന് നാം വെറുതെ നഷ്ടപ്പെടുത്തണം? അള്ളാഹു തരുന്ന ഈ ഓഫറുകളെ കണ്ടില്ലെന്ന് നടിക്കരുത്, നഷ്ടപ്പെടുത്തി കളയരുത്. കേവലം ഒരു സലാമിൻ്റെ കൂടെ വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നുകൂടെ ചേർക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് മൊത്തം 30 നന്മകളാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പുണ്യനബിയുടെ ഹദീസാണല്ലോ ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞു ബോധ്യപ്പെടുത്തിയത്. അതുകൊണ്ട് നമ്മുടെ നബിതങ്ങൾ നമുക്ക് 30 നന്മ ലഭിക്കുമെന്ന് പരിചയപ്പെടുത്തി തന്നതാണ്. ഇപ്രകാരം സലാം പറഞ്ഞാലെന്ന്. അതുകൊണ്ട് നമ്മളാരും അതിനെ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിക്കരുത്. അല്ലാഹു പകർത്താനുള്ള തൗഫീഖ് തരട്ടെ.
ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അതുകൊണ്ട് ഇന്ന് മുതൽ നമ്മൾ ആരോട് സലാം പറയുമ്പോഴും തിരക്കുണ്ടാവും ചിലപ്പോൾ അല്ലേ, സലാം പറയാൻ തന്നെ ഒഴിവുണ്ടാവില്ല, തിരക്കായിരിക്കും. അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് നമ്മൾ നമ്മുടെ തിരക്കായിട്ട് ഇങ്ങനെ ഓടിയിരിക്കും. എന്നാലും ഈ വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നതിൻ്റെ കൂടെ കൂട്ടിക്കൊടുക്കാൻ മണിക്കൂർ നേരമൊന്നും വേണ്ടല്ലോ, സെക്കൻഡ് മാത്രം പോരെ. 2 വാക്കും കൂടെ കൂട്ടിക്കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് 2 നന്മയല്ല മുഅ്മിനീങ്ങളെ, പകരം 30 നന്മയാണ്. 10 നന്മയുടെ കൂടെ 2 വാക്കുകൾ കൂട്ടിക്കൊടുക്കുമ്പോൾ 20 നന്മകൾ കൂടുന്നു. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ചെറിയ കാര്യമാണ്, നേട്ടം വലുതാണ്. നോമ്പുകാരാ, നമുക്കിതൊക്കെ പഠിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തിയാൽ ചെറിയ കാര്യങ്ങൾ കൊണ്ട് വലിയ നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, സലാം കൊണ്ട് തുടങ്ങുന്നവൻ, ഒരു കാര്യം നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ കാര്യമാണ്, രണ്ടാമത്തെ ഒരു പോയിന്റാണ് നമ്മൾ പറയുന്നത്. സലാം പറയുന്ന മനുഷ്യന് സലാം കൊണ്ട് നേടാൻ കഴിയുന്ന നന്മകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒരു സലാം കൊണ്ട്, കേവലം ഒരു സലാം കൊണ്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് 10 ഉള്ളത് 30 നന്മയാക്കി മാറ്റാമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി എൻ്റെ പ്രിയമുള്ളവരെ, രണ്ടാമത്തെ പ്രധാനപ്പെട്ടൊരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെയോ. സലാം കൊണ്ട് തുടങ്ങലാണ് ഏറെ പ്രതിഫലമുള്ളത്. മടക്കൽ നിർബന്ധാണ്. നമുക്കൊക്കെ അറിയാം, ഒരു മനുഷ്യൻ സലാം പറയുക എന്നുള്ളത് സുന്നത്തായ കർമ്മമാണ്. മടക്കൽ അത് നിർബന്ധമായ കർമ്മമാണ്. സലാം പറയൽ സുന്നത്തും മടക്കൽ നിർബന്ധവുമാണ്. ഇസ്ലാമിലെ എല്ലാ കർമ്മങ്ങളിലും നിർബന്ധമായ ഫർളായ കാര്യങ്ങൾക്കാണ് കൂടുതൽ പുണ്യം കിട്ടുക. പക്ഷേ സലാം പറയുന്ന സ്ഥലത്ത് മാത്രം സുന്നത്തായ സലാം പറയലിനാണ് നിർബന്ധമായ മടക്കലിനേക്കാൾ കൂടുതൽ പ്രതിഫലമുള്ളതെന്ന് പരിശുദ്ധ ദീൻ നമ്മെ പഠിപ്പിക്കുകയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന ഔലന്നാസി ബില്ലാഹി മൻ ബദഅഹും ബിസ്സലാം. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉപ്പമാരെ, ഉമ്മമാരെ, നബിയാ പറയുന്നത്, ഇന്ന ഔലന്നാസി ബില്ലാഹി മൻ ബദഅഹും ബിസ്സലാം. അള്ളാഹുവിനോട് ഏറെ അടുത്തവർ ആരെന്നറിയുമോ? സലാം കൊണ്ട് തുടങ്ങുന്ന ആളുകളുണ്ടല്ലോ. ആരാണോ സലാം കൊണ്ട് തുടങ്ങുന്നവൻ, സലാം കൊണ്ട് തുടങ്ങുന്നവൻ ആരാണോ അവനാണ് അള്ളാഹുവിനോട് ഏറെ അടുത്തവനെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ഈ ഹദീസിനെ തുർമുദി തൻ്റെ സുനനിലും, ഇമാം അബൂ ദാവൂദ് തൻ്റെ സുനനിലും, ഇമാം തുർമുദി തങ്ങൾ തൻ്റെ സുനനിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് തന്നെ സലാം പറയുക, സലാം പറയൽ കൊണ്ട് തുടങ്ങുക എന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. സലാം കൊണ്ട് തുടങ്ങുന്നവനാരോ അവൻ അല്ലാഹുവിനോട് ഏറെ അടുത്തവനാണെന്ന് പുണ്യനബി തങ്ങൾ നമ്മെ പരിചയപ്പെടുത്തി തരികയാണ്. സഹാബികൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരേ, അർറജുലാനി യൽതഖിയാൻ. 2 സഹോദരങ്ങൾ പരസ്പരം കണ്ടുമുട്ടുകയാണ്. 2 സഹോദരങ്ങൾ പരസ്പരം ഇങ്ങനെ വന്ന സമയത്ത് കണ്ടുമുട്ടുകയാണ്. അയ്യുഹുമാ യബ്ദഉ ബിസ്സലാം. അവരിൽ ആരാണ് നബിയെ സലാം കൊണ്ട് തുടങ്ങേണ്ടത്? ആരാണ്? 2 പേർ പരസ്പരം സലാം, 2 പേർ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ നമ്മളൊക്കെ പരസ്പരം നമ്മുടെ സഹോദരങ്ങളെ, അയൽവാസികളെ, കൂട്ടുകാരികളെ പരസ്പരം എൻ്റെ പ്രിയമുള്ളവരെ കണ്ടുമുട്ടുമ്പോൾ 2 പുരുഷന്മാർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ, 2 സ്ത്രീകൾ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ നബിയേ ആരാണ് സലാം കൊണ്ട് തുടങ്ങേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് നബി തങ്ങൾ കൊടുത്ത മറുപടി എന്തെന്നറിയുമോ മുഅ്മിനീങ്ങളെ? ഔലാഹുമാ ബില്ലാഹി തആല. അവരിൽ ആരാണോ അല്ലാഹുവിൻ്റെ റഹ്മത്തിലേക്ക് കൂടുതൽ അടുത്തവർ, അവരിൽ ആരാണോ അല്ലാഹയോട് കൂടുതൽ സാമീപ്യമുള്ളവർ, അവരാണ് സലാം കൊണ്ട് തുടങ്ങേണ്ടത് എന്ന് പറയുമ്പോൾ മുഅ്മിനീങ്ങളെ, സലാം കൊണ്ട് തുടങ്ങുന്ന മനുഷ്യനിക്ക് അല്ലാഹുവിൻ്റെ റഹ്മത്തിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ സാധിക്കും. സലാം കൊണ്ട് തുടങ്ങുന്ന മനുഷ്യൻ അല്ലാഹുവിൻ്റെ റഹ്മത്തിലേക്ക് അടുത്തവനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അത്തരം ആളുകൾക്ക് സലാം പറയാൻ തുടങ്ങാൻ സാധിക്കുകയുള്ളൂ.
അത്തരം ആളുകൾക്ക് ഏതിന് മനസ്സ് വരികയുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിനോട് അടുത്ത ആളുകൾക്കാണ് സലാം കൊണ്ട് തുടങ്ങാൻ കഴിയുക എന്ന് പുണ്യനബി തങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ അള്ളാഹിൻ്റെ റഹ്മത്തിലേക്ക് അടുത്തവരായി അവർക്ക് മാറാമെന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, ഇനി നമ്മളാരും തന്നെ സലാം പറയാൻ അമാന്തിച്ചു നിൽക്കരുത്. അവനിങ്ങോട്ട് പറയട്ടെ, അവളിങ്ങോട്ട് പറയട്ടെ എന്നിട്ടാകാം എന്ന് വിചാരിച്ചു നിൽക്കണ്ട. കുറച്ചു സമയം കഴിയട്ടെ എന്നിട്ട് പറയാമെന്ന് വിചാരിച്ച് കാത്തു കെട്ടിയിരിക്കണ്ട. എൻ്റെ പ്രിയമുള്ളവരെ, കിട്ടുന്ന അവസരം മുതലെടുക്കണം. കാരണം സലാം പറയലിനാണ് കൂടുതൽ പുണ്യമുള്ളത്. അത് തന്നെ സലാം പറയുന്ന ആളുകൾ അവർ അല്ലാഹുവിനോടേറെ സാമീപ്യമുള്ളവരാണെന്നും പുണ്യനബി തങ്ങൾ നമ്മെ പരിചയപ്പെടുത്തി തരുമ്പോൾ അള്ളാഹിൻ്റെ സാമീപ്യം കരഗതമാക്കാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രിയമുള്ള സഹോദര സഹോദരിമാരോട്, ഇനി മുതൽ നമ്മൾ സലാം പറയുമ്പോൾ നമ്മളായിരിക്കണം സലാം കൊണ്ട് തുടങ്ങേണ്ടവർ. നഷ്ടപ്പെടുത്തരുത് ഈ നന്മയെന്ന് പ്രത്യേകം എൻ്റെ പ്രിയമുള്ളവരെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അലസത നമ്മുടെ അവസരം നഷ്ടപ്പെടാനൊരു കാരണമാകരുത്. ഒരിക്കലും നമ്മുടെ അലസത നമ്മുടെ അവസരം നഷ്ടപ്പെടാനുള്ള കാരണമാകരുത്. അല്ലാഹു നമുക്ക് ബോധവും ബോധ്യവും തൗഫീഖും നൽകി അനുഗ്രഹിക്കട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നിങ്ങളെ കൂട്ടത്തിൽ ഒരു മസ്അല കൂടെ പരിചയപ്പെടുത്തുകയാണ്. ചെറിയവർ വലിയവരോടാണ് സലാം പറയേണ്ടത്. നടക്കുന്ന ആളുകൾ ഇരിക്കുന്ന ആളുകളോടാണ് സലാം പറയേണ്ടത്. വാഹനക്കാരൻ നടക്കുന്ന ആളുകളോടാണ് സലാം പറയേണ്ടത്. ഈ മസ്അലകളൊക്കെയുണ്ട്, അത് നമ്മൾ പാലിക്കുകയും ചെയ്യണം. എന്നതല്ലാതെ മറ്റു സമയങ്ങളിലെല്ലാം സലാം പറയാൻ കിട്ടുന്ന അവസരങ്ങളെ നന്നായി നമ്മൾ മുതലെടുക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം. അവൻ പറയട്ടെ, ഇവൾ പറയട്ടെ, ഓല് പറയട്ടെ എന്ന് വിചാരിച്ച് കാത്തു നിൽക്കേണ്ട, നഷ്ടപ്പെടുത്തരുത് ഈ അവസരങ്ങളെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ സലാം പറയുന്നതുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട, ചെറിയ ഒരു ശ്രദ്ധയുണ്ടായാൽ വലിയ നേട്ടം നേടാൻ സാധിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയത്. മൂന്നാമത്തെ ഒരു കാര്യം കൂടെ, ഏറെ പ്രതിഫലം നേടാൻ പറ്റുന്ന, സലാം പറയുന്ന സമയത്ത് ഒരു ചെറിയ ശ്രദ്ധയുണ്ടെങ്കിൽ വലിയ പ്രതിഫലം നേടാൻ പറ്റുന്ന മറ്റൊരു കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ, ശ്രദ്ധയോടുകൂടെ കേൾക്കണം കേട്ടോ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാ മിൻ മുസ്ലിമൈനി യൽതഖിയാനി ഫയതസാഫഹാനി ഇല്ലാ ഗുഫിറ ലഹുമാ ഖബ്ല അൻ യഫ്തരിഖാ. മാ മിൻ മുസ്ലിമൈനി, രണ്ട് മുസ്ലിമീങ്ങളും തന്നെയില്ല, യൽതഖിയാനി, അവർ പരസ്പരം കണ്ടുമുട്ടുന്നു, ഫയതസാഫഹാൻ, എന്നിട്ട് ആ രണ്ട് മുസ്ലിമീങ്ങൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അവർ പരസ്പരം ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുകയാണ്, പരസ്പരം മുസാഫഹത്ത് ചെയ്യുകയാണ്, കൈകൾ തമ്മിൽ കോർത്തു പിടിക്കുകയാണ്. തൻ്റെ സഹോദരനെ കാണുന്ന നേരത്ത്, ഞാൻ എൻ്റെ സഹോദരനെ കാണുമ്പോൾ, എൻ്റെ പരിചയക്കാരനെ കാണുമ്പോൾ, തൻ്റെ സഹോദരനായൊരു മുസ്ലിം പുരുഷനെ ഞാൻ കാണുന്ന നേരത്ത് ആ പുരുഷനോട് ഞാൻ സലാം പറഞ്ഞുകൊണ്ടവൻ്റെ കൈ പിടിച്ചു കഴിഞ്ഞാൽ, ഇല്ലാ ഗുഫിറ ലഹുമാ ഖബ്ല അൻ യഫ്തരിഖാ, അവരവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നതിൻ്റെ മുമ്പ് അവരുടെ പാപങ്ങൾ അല്ലാഹു പൊറുത്തിട്ടല്ലാതെ ഇല്ലെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, നഷ്ടപ്പെടുത്തരുത് ഈ നന്മയൊന്നും. ചെറിയൊരു ശ്രദ്ധയുണ്ടായാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന വലിയൊരു കാര്യമാണല്ലോ ഇത്. അതുകൊണ്ട് നഷ്ടപ്പെടുത്തരുത്. ശ്രദ്ധയുണ്ടായാൽ ഈ നന്മകളൊക്കെ നമുക്ക് വാരിക്കൂട്ടാൻ സാധിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മൾ നമ്മുടെ മക്കളോട് സലാം പറയുമ്പോഴും, നമ്മുടെ
മക്കളോട് നമ്മൾ സലാം പറയുമ്പോഴും, ഭാര്യ ഭർത്താവിനോട് സലാം പറയുമ്പോഴും, ഭർത്താവ് ഭാര്യയോട് സലാം പറയുമ്പോഴും, മാതാപിതാക്കൾ മക്കളോട് സലാം പറയുമ്പോഴും, മക്കൾ മാതാപിതാക്കളോട് സലാം പറയുമ്പോഴും, സഹോദരൻ സഹോദരിമാരോട്, സഹോദര സഹോദരിമാർ പരസ്പരം സലാം പറയുമ്പോഴുമൊക്കെ കൈപിടിച്ചുകൊണ്ട് സലാം പറയാൻ വേണ്ടി ശ്രമിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം നന്മകളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അല്ലാഹു നമുക്ക് മനസ്സും തൗഫീഖും നൽകി അനുഗ്രഹിക്കട്ടെ. കൂട്ടത്തിൽ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, അന്യപുരുഷനും സ്ത്രീയും തമ്മിൽ സലാം പറയൽ നിഷിദ്ധമായ കാര്യമാണ്. അതിവിടെ ചർച്ചയേയില്ല. സലാം പറയാൻ പറ്റുന്നത് ആരാണ് പറ്റാത്തതെന്ന് നമുക്കെല്ലാവർക്കും പകൽ വെളിച്ചം പോലെ അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് സലാം പറയൽ അനുവദനീയമായ ആളുകളോട് നാം സലാം പറയുമ്പോൾ ഈ വിഷയങ്ങളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എൻ്റെ മുഅ്മിന് മുഅ്മിനാത്തുകളെ, അല്ലാഹു നമുക്ക് ഇത്തരത്തിൽ ഒരുപാട് നന്മകൾ തരാൻ നിദാനമാകുമേ. അല്ലാഹു നമുക്ക് ശ്രദ്ധ തരട്ടെ, അല്ലാഹു നമുക്ക് താല്പര്യം തരട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖിനെ അടുപ്പിച്ചു തരട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഹദ്ദാദ് ആരംഭിക്കുകയാണ്, ദിക്ർ ആരംഭിക്കുകയാണ്. എല്ലാ ദിവസവും നമ്മൾ പരിചയപ്പെടുത്തുന്നത് പോലെ, ഓർമ്മപ്പെടുത്തുന്നത് പോലെ എല്ലാ ആളുകളും ശ്രദ്ധയോടുകൂടെ തന്നെ ഇരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ കബൂൽ ചെയ്യട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഹദ്ദാദ് ആരംഭിക്കുകയാണ്. തലയൊക്കെ മറച്ച്, പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും താല്പര്യത്തോടുകൂടി ഇരിക്കുക. അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. إلى حضرة النبي المصطفى محمد صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. ألف لام ميم. ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون وإلهكم إله واحد لا إله إلا هو الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. لله ما في السماوات وما في الأرض وإن تبدوا ما في أنفسكم أو تخفوه يحاسبكم به الله فيغفر لمن يشاء ويعذب من يشاء والله على كل شيء قدير. آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير. لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. എല്ലാവരും എൻ്റെ കൂടെ തന്നെ ചൊല്ലണം. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ.
لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم ربنا اغفر لنا وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا وتب علينا إنك أنت التواب الرحيم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم أعوذ بكلمات الله التامات من شر ما خلق أعوذ بكلمات الله التامات من شر ما خلق أعوذ بكلمات الله التامات من شر ما خلق بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم رضينا بالله ربا وبالإسلام دينا وبمحمد نبيا رضينا بالله ربا وبالإسلام دينا وبمحمد نبيا رضينا بالله ربا وبالإسلام دينا وبمحمد نبيا بسم الله والحمد لله الخير والشر بمشيئة الله بسم الله والحمد لله الخير والشر بمشيئة الله بسم الله والحمد لله الخير والشر بمشيئة الله آمنا بالله واليوم الآخر تبنا إلى الله باطنا وظاهرا آمنا بالله واليوم الآخر تبنا إلى الله باطنا وظاهرا آمنا بالله واليوم الآخر تبنا إلى الله باطنا وظاهرا يا ربنا واعف عنا ومه الذي كان منا يا ربنا واعف عنا ومه الذي كان منا يا ربنا واعف عنا ومه الذي كان منا يا ذا الجلال والإكرام متنا على دين الإسلام يا ذا الجلال والإكرام متنا على دين الإسلام يا ذا الجلال والإكرام أمتنا على دين الإسلام يا ذا الجلال والإكرام متنا 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 على دين الإسلام يا قوي